നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ടർപ്പൻറ്റിൽ ചെറിയതായിട്ടൊന്ന് കളറ് അവിടെ തുടച്ചു കൊടുക്കുക. എന്നിട്ട് ബ്രഷിൽ നമ്മൾ കുറച്ചുകൂടെ ടർപ്പൻ്റ് എടുത്തിട്ട് ഒന്നുകൂടെ ഒരു ഔട്ടർ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസൈനിൻ്റെ രൂപം നമ്മളവിടെ ചെറുതായിട്ടൊന്ന് വരച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ആ ബേസ് കളറിൻ്റെ യെല്ലോ പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ നമുക്ക് ഇപ്പോൾ സിമ്പിൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇഞ്ച് കൊണ്ട് വെറുതെ വരച്ചിട്ട് നമുക്കൊന്ന് തട്ടി കൊടുത്താൽ മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഉള്ളിൽ നിന്നുള്ള ആ ഒരു യെല്ലോ കളർ പുറത്തോട്ട് കാണും. അപ്പോൾ അതൊരു വരയ്ക്കൊരു വൃത്തി കുറവായിട്ടാണ് സാധാരണ തോന്നാറ്. ഒരു വുഡിൻ്റെ ഫീൽ. അപ്പോൾ പിന്നെ സ്റ്റെയിനൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ മരത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ നമുക്ക് ഡാർക്ക് കളറുകൾ വേണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കുറച്ച് പെയിൻറ്റ് കളറുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബ്രൗൺ പെയിൻറ്റ് അതുപോലെ ബ്ലാക്ക് പെയിൻറ്റൊക്കെ നമ്മൾ മുന്നേ ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്ത ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ വീഡിയോയിലും പിന്നെ നമ്മളത് കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ഡ്രൈ ആയ പെയിൻറ്റ് കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ബ്രഷ് കൊണ്ട് വാഷ് ചെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് ഉണക്കക്കുറവുണ്ടാവും. നമുക്ക് തട്ടി കൊടുക്കാനൊക്കെയുള്ള സുഖമായിട്ടിങ്ങനെ എല്ലാം ഒരുപോലെ പരന്ന് ആ ഡിസൈനിലോട്ട് ലയിച്ച് ചേരുന്ന ഒരു ഫീൽ കിട്ടും. നമ്മൾ ഡയറക്റ്റ് ചിലപ്പോൾ ചില ഹാർഡായിട്ടുള്ള ടർപ്പൻ്റ് കൊണ്ടൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഡിസൈനുകളൊന്നും കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ പരന്നു പോവില്ല. അതിങ്ങനെ ഒരു മാഞ്ഞു പോകുന്നത് പോലെയാണ് പോവുക. ആകെ ഉള്ളിൽ നിന്നുള്ള ബേസ് കളറൊക്കെ പുറത്തോട്ട് വന്നൊരു വൃത്തികെട്ട ഫീലായിട്ടാവും ചിലപ്പോൾ വരിക. പിന്നെ നമുക്ക് ഈ വരച്ചതിനെ ഒന്നുകൂടെ തെളിച്ചം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുകളിലൂടെ വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടർപ്പൻ്റ് വരയാവുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റത്തെ ഒരു വരയിൽ അതൊരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് ലയിച്ച് പരന്ന് കാണാത്ത രൂപത്തിലോട്ട് പോകും. അപ്പോൾ നമുക്ക് തെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ മാത്രം, ചിലർക്ക് ആ ലൈറ്റായിട്ടുള്ള തെളിച്ചം മാത്രം മതി എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു തെളിച്ചം വേണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വീണ്ടും അതിന് മുകളിലൂടെ ഒന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് പതുക്കെ നല്ല രീതിയിൽ തട്ടി അതിനെ സ്മൂത്താക്കിയിട്ട് അതിൽ നല്ല അങ്ങനെ ലയിച്ച് കിടക്കുന്ന ആ ഒരു ഫീലിലോട്ട് ചെയ്തെടുക്കുക. പിന്നെ വരയ്ക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും അറിയുന്ന ആ ഒരു ഡിസൈനിനെ നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ വരച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വരച്ച് പഠിച്ചിട്ട്, അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ചെയ്ത് നോക്കി പിന്നെ ചിലപ്പോൾ സൈറ്റിൽ പോയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് അതുപോലെ തന്നെ വരണമെന്നൊന്നുമില്ല. കാരണം ഓരോ മനുഷ്യൻ്റെയും മെൻറ്റാലിറ്റിക്ക് അനുസരിച്ചുള്ള ഡിസൈൻ അയാളുടെ ഓർമ്മയിൽ വരുന്ന ആ ഒരു ഡിസൈനൊക്കെ ആയിരിക്കും വരിക. അതായിരിക്കും നമുക്ക് സ്പീഡിലും ചെയ്യാൻ പറ്റുക. അതല്ല വേറൊരാൾ വരച്ച് വെച്ച ഡിസൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സമയം വെറുതെ വേസ്റ്റായിട്ട് പോകും. ഇപ്പോൾ അയാൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ അരമണിക്കൂർ സമയം എടുക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തു എന്ന് വരും. പക്ഷേ എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെയാണിത് പ്രാക്ടീസായിട്ട് വരുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്തായാലും പെട്ടെന്ന് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഇങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി സ്പീഡ് കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇതിലോട്ട് നമ്മളെത്തും. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. കുറേ കാലം ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ടച്ച് വിട്ടിട്ട് നമുക്ക് പിന്നെ വീണ്ടും പഴയ രീതിയിലോട്ട് തന്നെ നമ്മൾ പോകും.